പരിശുദ്ധമായ അൾത്താരയിൽ കുടുംബത്തോടൊപ്പം നിൽക്കാൻ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ, ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 4 കുഞ്ഞുങ്ങൾ. ഞങ്ങൾ 19 വർഷമായിട്ട് ഞങ്ങൾ കോതമംഗലം രൂപതയിൽ നെല്ലിമറ്റ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 19 വർഷമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു കുടുംബമായിട്ട്. ഞാൻ അവിടെ സൗദി മിനിസ്ട്രിയിൽ നേഴ്സായിരുന്നു. ഞങ്ങൾ 3 വർഷം മുമ്പ് കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ നാട്ടിലോട്ട് നിർത്തിപ്പോരാൻ തീരുമാനിച്ചു. അങ്ങനെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളുമാണ് ആദ്യം നാട്ടിലോട്ട് പോകുന്നത്. എൻ്റെ പേപ്പർ വർക്കുകൾ തീരാനും ഡ്യൂട്ടി തീരാനും ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ യൂട്യൂബ് വഴിയാണ് ഞാൻ കൃപാസന സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായത്. ഞാൻ ആദ്യമേ മുതൽ മാതാവിൻ്റെ ഒരു ഭക്തിയായിരുന്നതുകൊണ്ട് എനിക്ക് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്കിലായിരിക്കുമ്പോൾ കൃപാസന സാക്ഷ്യങ്ങൾ കേട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് 23 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. വലത് കൈയുടെ ഫിംഗേഴ്സ് എല്ലാം ഡ്രൈ ആയിട്ട് ചൊറിഞ്ഞ് തടിച്ച് പൊട്ടുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി അവൻ്റെ ഓയിൻമെൻറ്റ്സ് ഒത്തിരി ഉപയോഗിച്ചു. തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കും. ഞങ്ങൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ കൈക്ക് രോഗസൗഖ്യം ലഭിച്ചു. ചെറിയ അലർജിയുടെ പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് ഈ വെറ്റ് കാർപ്പറ്റ്സും ഹൗസ് ഹോൾഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം ടച്ച് ചെയ്യുമ്പോഴായിരുന്നു ഈ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒത്തിരി സൗഖ്യം ലഭിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, എനിക്ക് 2 മാസമായിട്ട് പീരീഡ്സ് ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. മാഡം പറഞ്ഞു നമുക്ക് മെഡിസിൻസ് വേണമെങ്കിൽ തരാം, അതല്ലാന്നുണ്ടെങ്കിൽ 1 വീക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 വീക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പീരീഡ്സ് ആയി. പക്ഷേ അത് ഒരു 15 ഡേയ്സോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് സിവിയർ ബ്ലീഡിങ് ആയിരുന്നു. നമുക്ക് HB 11 to 12 വേണ്ട HB എനിക്ക് വെറും 7 കുറഞ്ഞു. അങ്ങനെ ഒത്തിരി ക്ഷീണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വീണ്ടും വന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു നമ്മൾക്കൊരു അബ്ഡോമിൻ സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് റൈറ്റ് ഓവേറിയിൽ സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. CA-125 ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റാണത്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 2 hours ആകും റിപ്പോർട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീടിനടുത്താണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നാളെ വന്നാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് കാണിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കെട്ട് കൃപാസനം പത്രം കൊടുക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിനാണെങ്കിൽ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തോട് പറയാനും പോയില്ല എന്ത് ടെസ്റ്റാണെന്ന്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് ബ്ലഡ് എടുത്തു കൊടുത്തിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനം പത്രം കൊടുക്കണം. ഞാനങ്ങനെ എല്ലായിടത്തും നടന്ന് ഹോസ്പിറ്റലിലും വഴിയിലൂടെ നടന്ന് എൻ്റെ കൃപാസനം പത്രം മുഴുവൻ കൊടുത്ത് തീർന്നപ്പോഴത്തേനും എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് വരുന്ന ടൈമായി. ഞങ്ങളങ്ങനെ റിപ്പോർട്ട് കളക്ട് ചെയ്തു, ഡോക്ടറെ കണ്ടു. എൻ്റെ റിപ്പോർട്ട് വെറും 4 റിസൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നോർമലായിട്ട് CA-125 ബ്ലഡ് ടെസ്റ്റ് ബിലോ 35 ആണ് വരേണ്ടത്. എനിക്ക് വെറും 4 ആക്കി എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സിസ്റ്റം ഉള്ളതുകൊണ്ട് 3 മാസം മെഡിസിൻ കഴിക്കണം, അത് റെഗുലറായിട്ട് തന്നെ 3 മാസം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിസിൻ വാങ്ങിച്ചു. 28 ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചു, റെഗുലറായിട്ട് തന്നെ കഴിച്ചു. അതിനുശേഷം എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഈ മരുന്ന് മുഴുവൻ കഴിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്.
അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇനി മെഡിസിൻ വാങ്ങിക്കണ്ട, നമുക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി ഉപ്പ് ഞാൻ കഴിച്ചു, വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ 3 മാസത്തിന് ശേഷം വീണ്ടും അടുത്ത സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലാണെന്ന് കണ്ടു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ 3ാമത്തെ മകൾ ജുവൽ മേരി, അവൾക്കാണെങ്കിൽ അലർജി കഫ് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒത്തിരി തണുത്ത വസ്തുക്കൾ, ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴും തണുപ്പടിക്കുമ്പോഴാണ് കുഞ്ഞിന് ചുമ വന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. കുഞ്ഞിന് ഉറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളാണേലും ഉറങ്ങാതെ കുഞ്ഞിനെ നോക്കിയിരിക്കും. പലപ്പോഴും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും കുഞ്ഞിനെ ചുമച്ച് കൊച്ച് നിർത്താതെ ചുമയ്ക്കും. അവസാനം കുഞ്ഞ് ഛർദ്ദിക്കും. ആ ഛർദ്ദിച്ച് കഴിയുമ്പോഴാണ് അവൾ നോർമലാകുന്നത്. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, നെഞ്ചത്തും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് കുഞ്ഞിനെ എന്നും കഴിക്കാൻ കൊടുക്കുമായിരുന്നു. ഞാൻ മകളോട് പറയും, മോനെ നമുക്ക് കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് മുമ്പിൽ സാക്ഷ്യം പറയാമെന്ന് മോൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ ഛർദ്ദിക്കുന്ന ചുമയൊന്നും കുഞ്ഞിനില്ല. നോർമലായിട്ട് എല്ലാ കുട്ടികൾക്കും തണുപ്പ് അടിക്കുമ്പോഴുള്ള ചുമയേ എൻ്റെ കുഞ്ഞിനുള്ളൂ. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വരും, പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ച് എല്ലാവർക്കും വീടുകളിലും വഴികളിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലുമായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്, അവരുടെ സങ്കടങ്ങൾ കേൾക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരോട് പറയും കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യം. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ലൈവായി തന്നെ ഞാൻ കൂടാൻ ശ്രമിക്കാറുണ്ട്. ആ ധ്യാനം എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ കേൾക്കും. എത്ര വൈകിയാലും ഞങ്ങൾ ജപമാല ചൊല്ലിയിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളൂ. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുറച്ച് കൃപാസനത്തിലെ കുറച്ച് ചേച്ചിമാർ കൂടി പോയി ഭക്ഷണത്തിന് പൈസ കൊടുത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ അവർ സഹായിക്കും. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് വേറൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ പോവും. എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും അമ്മമാരുടെ അടുത്ത് പോകാൻ ഒത്തിരി ഇഷ്ടമാണ്. അത് അമ്മമാരുടെ ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ ഞങ്ങൾ പോയി അമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും എല്ലാം അവർ ഒത്തിരി സന്തോഷമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. ആത്മീയമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡെയിലി വിശുദ്ധ കുർബാനയിൽ സംവദിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഞാനും ഹസ്ബൻഡും എൻ്റെ മൂത്ത കുട്ടിയും കൂടി എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംവദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒത്തിരി വിഷമമായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 37:5. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ജിഷ ജിനോ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച ഈശോയുടെ കൃപയാൽ ലഭിച്ച രോഗസൗഖ്യങ്ങൾക്ക് സന്തോഷത്തോടും നന്ദിയോടും കൂടി കുടുംബത്തെ മുഴുവനും അമ്മ മാതാവിന് സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം സഹോദരി സൂചിപ്പിച്ചു. ആദ്യമത് വിദേശത്ത് തനിയായിരുന്നപ്പോൾ കൂടുതൽ ഉടമ്പടിയെക്കുറിച്ച് അറിയുവാനും പ്രാർത്ഥിക്കുവാനും ലഭിച്ച അവസരം, നാട്ടിലെത്തിയപ്പോൾ ഉടമ്പടി എടുത്ത് 23 വർഷമായി ജീവിത പങ്കാളിക്കുണ്ടായ അലർജിയുടെ വളരെ ഗുരുതരമായ രോഗക്ലേശങ്ങൾ, അത് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാതെ നിന്ന ആ രോഗക്ലേശങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപ്പും തൈലവും ഉപയോഗിച്ചുകൊണ്ട് അത് സൗഖ്യത്തിലേക്ക് മാറിയതാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിക്കും അതുപോലെ കുഞ്ഞു മകൾക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളെക്കുറിച്ചും ഇതുപോലെ തന്നെ ഉടമ്പടി നേർച്ചവസ്തുക്കളിലൂടെ ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി.
ഉടമ്പടി നേർച്ചവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നാം അത് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. യേശു എൻ്റെ നാഥനും കർത്താവും രക്ഷകനുമെന്ന് നാം അധരം കൊണ്ട് ഏറ്റുപറയുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും നാം വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങനെ യേശു എൻ്റെ ജീവിതത്തിന് മതിയായവനെന്നും യേശുവിലൂടെ എനിക്ക് ജീവിതത്തിന് ഏതൊരു പ്രതിസന്ധിയും ജീവിതത്തിൻ്റെ ഏതൊരു വിഷയവും പരിഹരിക്കാനാകുമെന്ന് പരസ്യമായി നാം ഏറ്റുപറയുന്നതാണ് വിശ്വാസ പ്രഖ്യാപനമെന്ന് പറയുക. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നാം നിൽക്കുമ്പോൾ അതെപ്പോഴും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലണം എന്ന് പറയുന്നത്. കാരണം മറ്റൊരു ശക്തിയിലും ഞാൻ ആശ്രയിക്കുന്നില്ല, എൻ്റെ കർത്താവിൽ പൂർണ്ണമായും ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ എന്നെ അനുഗ്രഹിക്കുവാനുള്ള കൃപയുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊരു സങ്കടത്തിലും ഏതൊരു ദുരിതത്തിലും അതിൽ നിന്ന് കരകയറ്റുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് എന്ന് ലോകത്തോടെ ഏറ്റുപറയുകയും എന്നെ തന്നെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ദൈവശക്തി അനുഗ്രഹത്തിന് കാരണമായി, സൗഖ്യത്തിന് കാരണമായി നമ്മുടെ ജീവിതത്തിൽ മാറുന്നത്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. കുടുംബം കടന്നുപോയ ഓരോ ജീവിതത്തിൻ്റെ ക്ലേശകാലത്തിലും യേശുവിനുള്ള വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ദൈവസ്നേഹത്തോടു കൂടി ജീവിക്കുവാൻ, കൂടുതൽ ആത്മീയ ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ കുടുംബം സന്നദ്ധമാകുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹത്തിന്, രോഗസൗഖ്യത്തിന്, ആത്മീയ സന്തോഷത്തിന് കാരണമാകുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആത്മീയ മനുഷ്യരാക്കി ബലപ്പെടുത്തുന്നു. ഉടമ്പടി നമ്മളെ ലോകത്തിൻ്റെ ജീവിത രീതികളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന കൃപയുടെ ജീവിത രീതിയിലേക്ക് നമ്മളെ വളർത്തുകയും ചെയ്യുന്നു. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നു. അമ്മ മാതാവ് കൂടെ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ആത്മീയമായി വളരുവാൻ നിരന്തരം സഹായിക്കുകയും ചെയ്യുന്നു. ആ സാക്ഷ്യം ഈ മക്കൾ ഈ അൾത്താരയിൽ പങ്കുവെക്കുമ്പോൾ നമ്മളെയും അതുപോലെ തന്നെ യേശുവിൻ്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാൻ ഓരോ ദിവസവും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.